ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാവാട ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈനിങ്ങിലാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്തിനെ ലെന്ത് വൈസും വിഡ്ത്ത് വൈസും ഫോൾഡ് ചെയ്തിടുക. വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു സൈഡിൽ 10 ഇഞ്ച് മതിയാകും. ഞാനിവിടെ മെഷർമെൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്കാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ സ്ലോപ്പായിട്ട് ഒരു 1/2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചിലാണ്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. $7.5 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ആം ഹോൾ വരച്ചെടുത്തു. ഇനി വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെന്ത് ഞാനിവിടെ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 7 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൗസിന് ലെന്ത് വേണ്ടത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്ത് 16.5 ഇഞ്ചാണ് ലെന്ത് മാർക്ക് ചെയ്യുന്നത്. ലെന്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയും സീം അലവൻസും കൊടുക്കുക. അപ്പം മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പോർഷൻ മാറ്റുക. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. നെക്ക് ലെന്ത് 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 3.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്ന 3.5 ഇഞ്ച് വരെ യൂനെക്ക് കൊടുക്കുക. അതിനുശേഷം നേരത്തെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി ഇതേ മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പോർഷന് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. ഇവിടെയും നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് ലെന്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് യു ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കി ക്ലോത്തിൻ്റെ ലെന്ത് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ മാർക്ക് ചെയ്യുക. മിഡിൽ പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ 2 സൈഡിലേക്കും ചരിച്ച് വരയ്ക്കുക. ചരിച്ച് വരച്ചതിന് ശേഷം ഈ മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക.
ബാക്ക് പോർഷൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ക്ലോത്തിനെ 4 ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. 8 ഇഞ്ചാണ് ഒരു സൈഡിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. ലെന്തായിട്ട് എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ലെന്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലൈനിങ്ങുമായിട്ട് മെയിൻ ക്ലോത്തിനെ അറ്റാച്ച് ചെയ്യാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഇടുക. ലൈനിങ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത് നെക്കിൻ്റെ പോർഷനും ബ്ലൗസിൻ്റെ എൻ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷനാണ്. നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ എൻ പോർഷനാണ് ചെയ്യുന്നത്. അതിനുശേഷം എക്സ്ട്രാ ക്ലോത്തുകൾ കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലോത്തിനെ തിരിച്ചെടുക്കാം. ക്ലോത്തിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷനെല്ലാം ഒന്ന് നേരെയാക്കിയതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കും ബ്ലൗസിൻ്റെ അടിയും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സ്ലീവും ലൈനിങ്ങും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വരയ്ക്കാം ആം ഹോള്. ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ബാക്ക് പോർഷന് ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് വെച്ച് നെക്കിൻ്റെ പോർഷനും മിഡിൽ പോർഷനും എൻ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നേരത്തെ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ കട്ടിട്ട് കൊടുത്ത് പുറത്തേക്ക് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സ്ലീവ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ ബാക്കിലെ 2 പീസും ചെയ്തെടുക്കാം. രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഹുക്ക് വെച്ച് കൊടുക്കാം, ബോയും കൊടുക്കാം. ഇനി ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഒരു ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ലേസ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. രണ്ടിൻ്റെയും നല്ല പോർഷൻ, ഫ്രണ്ട് സൈഡിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടി ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെയും ആ ലേസ് തന്നെ, സെയിം ലേസ് തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല സൈഡിൽ തന്നെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ മിഡിൽ പോർഷനിലേക്ക് സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ 2 സ്ലീവിലും ചെയ്തെടുക്കുക. അതിനുശേഷം സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുക. സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.